ശ്രദ്ധിച്ചിരിക്കണേ. ആ ശരി. സൂക്ഷിച്ചു തന്നെ. ശരി ശരി. കേറ്. എടാ മോനെ. എന്താ ചേച്ചി? ഒന്ന് നിന്നേ. നിന്നെ കണ്ടത് വലിയ കാര്യായി. കൊച്ചിയില് തനുവിന് എക്സാം ഉണ്ട്. വാ നമുക്ക് പോയിട്ട് വരാം. പശുവിനെ പുല്ല് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ടൗണിൽ പോയിട്ടേ മരുന്ന് വാങ്ങിച്ചോണ്ട് വരണം. നിനക്ക് കൊച്ചിയൊക്കെ നന്നായി അറിയില്ലേ? നീ വന്ന എനിക്ക് ഹെൽപ്പ് ആവും. മരുന്ന് നിനക്ക് നാളെ വാങ്ങിക്കാലോ. പുല്ല് നിന്റെ ചേട്ടൻ കൊണ്ടുപോയി കൊടുക്കും. വാടാ പോയിട്ട് വരാം. നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് തുണിയെങ്കിലും മാറ്റി വരാം. അതിനൊന്നും സമയമില്ല. നീ ഒന്ന് വേഗം വാ. വേഗം കേറി തനു. ചേട്ടാ പുല്ലേ പുറത്തോട്ടേക്ക്. ആ ശരി ശരി. പ്രദീപ് സാറ് വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് ഫോൺ ചെയ്യോ അമ്മേ? അയ്യോ ഞാൻ മറന്നുപോയി. ഇതാ നീ തന്നെ ഫോൺ ചെയ്ത് സംസാരിക്ക. ഹലോ. ഹലോ സർ, ഞങ്ങൾ വന്നോണ്ടിരിക്കേ സർ. ഓക്കെ സർ. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് 45 ദിവസത്തിൻ്റെ സൗജന്യ നീറ്റ് ക്രാഷ് കോഴ്സിൻ്റെ അവസാന ദിവസമാണ്. അതുമാത്രമല്ല, 100% ഉറപ്പോടെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ടോപ്പ് റാങ്കിങ്ങിൽ പാസ് ചെയ്യുന്നതിന് ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. നിങ്ങൾ എൻട്രൻസ് എക്സാം പാസ്സായി ഏതെങ്കിലും നല്ലൊരു കോളേജിൽ MBBS സീറ്റ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ആരും ഡോക്ടറാവാൻ പോകുന്നില്ല. 100% ഡോക്ടർ ആകണമെങ്കിൽ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ ആകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നില്ലേ, അതിനേക്കാളും 100 മടങ്ങ് അധികമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം മാത്രമേ നിങ്ങൾ വിചാരിക്കുന്നത് സാധിക്കാൻ പറ്റൂ. യു ആർ അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയ. ചാലഞ്ചേഴ്സ് ആർ യെറ്റ് ടു ബിഗിൻ. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കണമെന്ന് വിചാരിച്ചാൽ ധൈര്യവും സെൽഫ് കോൺഫിഡൻസും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. സക്സസ് ആകുന്നതിന് വേണ്ടിയുള്ള ഫോർമുല ഇതാണ്. ആൻഡ് ടൈം ഈസ് വെരി പ്രഷ്യസ്. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരു കാരണം കൊണ്ടും തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് നേടിയെടുക്കണം. കൈവിടാൻ പാടില്ല. ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഒരു വിഷമമുള്ള ഒരു സത്യം പറയാം. പുതിയതായിട്ട് ഡോക്ടറാകുന്നവർ കുറഞ്ഞ പക്ഷം 1 വർഷമെങ്കിലും ഗ്രാമങ്ങളിൽ സേവനം ചെയ്യണമെന്നൊരു റൂൾസ് ഉണ്ട്. അതുകൊണ്ട് ആ റൂളിനെ ലക്ഷക്കണക്കിന് കാശ് കൊടുത്ത് അവോയ്ഡ് ചെയ്യുന്ന 1000കണക്കിന് ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. ആൻഡ് മൈ റിക്വസ്റ്റ്, നിങ്ങൾ ആരും തന്നെ ആ കൂട്ടത്തിലുണ്ടാവാൻ പാടില്ല. വൈദ്യനാരായണ ഹരി എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങളെല്ലാവരും നല്ലൊരു ഡോക്ടറായി ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് എൻ്റെ ജീവിത സ്വപ്നം. പിന്നെ ഒരു കാര്യം പറയാം, ഇതൊരിക്കലും മറക്കാൻ പാടില്ല. ഒരു തുണ്ട് പേപ്പറിൽ മരുന്നും ഇഞ്ചക്ഷനൊക്കെ എഴുതി കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു രോഗി ഗുണമാകുന്നത് മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും മാത്രമല്ല. അവരുടെ ഞരമ്പ് തുടിപ്പ് അറിയാൻ വേണ്ടി കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അവരുടെ വേദന അറിയണം. കണ്ണിൽ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ധൈര്യം അവരുടെ മനസ്സിലേക്ക് കുടിയേറണം. മരണത്തിലേക്ക് പോകുന്ന ഒരു രോഗി ഇനിയും കുറച്ച് നാൾ കൂടി അതുകൊണ്ട് ജീവിക്കണം. ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അങ്ങനെ വേണം കൊടുക്കാൻ. ഓക്കെ? നിങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല ഇരിക്കുന്നേ, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും നല്ലൊരു ഡോക്ടർ ആകണമെന്നുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമാണ്. ഡ്രീം ഓഫ് യുവർ പേരൻസ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. MBBS എന്ന് പറഞ്ഞാൽ വെറും ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി മാത്രമല്ല. MBBS എന്ന് പറഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. ഇതവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. Now just close your eyes.
Imagine yourself graduating from medical college. Imagine yourself wearing a white coat and stethoscope on your neck. Imagine yourself saving someone's precious life. ഹലോ, ഹലോ, ഞാൻ ഡോക്ടർ സുധാകരനാണ് സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഇന്നൊരു പെൺകുട്ടി എക്സാം എഴുതേണ്ട ഒരാവശ്യമുണ്ട്. നിങ്ങൾ ഹാൾ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സർ, ഇപ്പോൾ അതെങ്ങനെ നടക്കാനാ സർ? ഞങ്ങൾക്ക് ഹയർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഡേറ്റിൻ്റെ അന്ന് ഹാൾ ടിക്കറ്റ് ഒരു സ്റ്റുഡൻറ്റിന് ഇഷ്യൂ ചെയ്യുന്ന റൂൾസ് ഒന്നും നമ്മുടെ ഇല്ല സർ. ഞാൻ ഓൾറെഡി നമ്മുടെ സെൻറ്ററിൽ ജോയിന്റ് സെക്രട്ടറി സംസാരിച്ചിട്ടുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ തിരിച്ചിപ്പോൾ അവരുടെ പേര് പറയുന്നത് നല്ലതല്ല. സോറി സർ, റൂൾസിനെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കതെല്ലാം അറിയാം മാഡം. റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഒന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ലല്ലോ. ഞാനും ഒരു ലോ ഒബൈഡിങ് സിറ്റിസൺ ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് സിറ്റിസൺ. നിങ്ങളൊരു സ്ത്രീ ആയിരുന്നിട്ട് പാവം ഒരു പെൺകുട്ടി, അവൾക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഇതെല്ലാം ഞാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ NDA ജോയിന്റ് സെക്രട്ടറി അടുത്ത് സംസാരിച്ചോളാം. നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അറ്റ് എനി കോസ്റ്റ് ആ പെൺകുട്ടിക്ക് ഹാൾ ടിക്കറ്റ് കൊടുത്തേ പറ്റൂ. സർ, കോവിഡ് SOP ഉള്ളതുകൊണ്ട് തന്നെ ഉടനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സർ. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ പിന്നെ ഞാനായിരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരിക. എനിക്കറിയാം മാഡം, കോവിഡിന്റെ ഇൻചാർജ് മിനിസ്റ്റർ ഞാൻ തന്നെയല്ലേ. ഇപ്പൊ ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ആ കുട്ടി വളരെ ആഗ്രഹത്തോടെ ഇരിക്കുക. അതിനുവേണ്ടി എന്തൊക്കെ റൂൾസ് ശരിയാക്കണോ വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് റൂൾസിനകത്ത് ഞാനിപ്പോൾ വന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തരണോ അതെല്ലാം ഞാൻ നേരിട്ട് വന്ന് തരാം. നിങ്ങൾ ആ പെൺകുട്ടിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. സർ, ചീഫ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും ഒരു റിട്ടേൺ ലെറ്റർ തരാൻ പറയൂ സർ. ഞാനും എൻ്റെ ഹയർ അതോറിറ്റിയോട് ഒന്ന് സംസാരിച്ച് നോക്കാം സർ. നിങ്ങളൊന്ന് സംസാരിക്കുക. വേണമെങ്കിൽ CMന്റെ അടുത്തൊന്നും ലെറ്റർ മേടിച്ചു തരാം. എൻ്റെ അടുത്തു നിന്നുള്ള ലെറ്ററും ഞാൻ തരാം. നിങ്ങളുടെ ഹയർ അതോറിറ്റിയിൽ നിന്നുള്ള ഡയറക്ഷനും വാങ്ങിത്തരാം. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ യു വിൽ ഡു ഇറ്റ്, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. 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 ഹലോ പ്രകാശ്. നമസ്കാരം സർ. സൗന്ദര്യല്ലേ പ്രകാശ്? ഒരുപാട് നാളായല്ലോ. സുഖമാണ് സർ. സർ, താങ്കൾ പോസ്റ്റ് ചെയ്ത ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി സർ. അതെ പ്രകാശ്, ഞാൻ ഓരോ ദിവസവും ഓരോ ഇഷ്യൂ കാണിച്ച് ട്വീറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു 4 പേർക്ക് പ്രയോജനം കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാകും. സർ, നിങ്ങൾ എന്ത് ചെയ്താലും വളരെ നല്ല മനസ്സോടെ കൂടിയാണ് ചെയ്യുന്നത്. ഇതാണ് താങ്കളുടെ ജോലിക്ക് ഒരു പോസിറ്റീവായ എനർജി നൽകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്കളുടെ നല്ല ബഹുമാനമുണ്ട് സർ. താങ്കൾ എഴുതുന്ന എഴുത്തൊക്കെ ലക്ഷക്കണക്കിനുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു സർ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. താങ്കൾ സമൂഹത്തോട് കാണിക്കുന്ന സ്നേഹം എല്ലാവരും കണ്ടു പഠിക്കണം സർ. അതെ പ്രകാശ്, നമ്മൾ ഓരോ ദിവസവും രാഷ്ട്രീയക്കാരെയോ ഭരണത്തെയോ കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് 4 പേർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ പറഞ്ഞത് 100% സത്യമാണ് സർ. അതായത് ഞാൻ വിളിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ ട്വീറ്റ് കണ്ട് സുധാകർ സാറ് ഡൽഹി NTA ജോയിന്റ് സെക്രട്ടറിയോട് സംസാരിച്ചിട്ടുണ്ട്. CMന്റെ ഓഫീസിന്റെ ഭാഗത്തിൽ നിന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സർ. എക്സലന്റ്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിക്ക് എക്സാം എഴുതാനുള്ള ചാൻസ് കിട്ടിയെന്നാണ് അർത്ഥം. ഇപ്പോ ചെന്നൈ നോഡൽ ഓഫീസറിന്റെ അടുത്ത് ഡോക്യുമെന്റ് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഒരുപക്ഷെ അവസരം കിട്ടുവാണെങ്കിൽ ആ കുട്ടി ഇൻ ടൈമിന് എക്സാം സെന്ററിലോട്ട് വരണം. ഫാന്റാസ്റ്റിക്. എൻ്റെ ഒരു ട്വീറ്റ് കൊണ്ട് കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. മിനിസ്റ്റർ സുധാകരനോട് എൻ്റെ നന്ദി അറിയിച്ചേക്കൂ. ഓക്കെ സർ. ഓക്കെ പ്രകാശ്, താങ്ക് യു.
Good morning, everyone. As all of you are aware that the Supreme Court has decided to conduct the NEET exam for students who have not returned the exams last month, which was to be held on 30 September 2020 due to the COVID-19. Rules and regulations are to follow strictly as usual. All the procedure in the examination should be conducted without any disruption and mishand. Moreover, we should follow COVID SOPs guideline are given by the state government. Neither be any changes may not any exemption given in any circumstance. As we are aware, we are facing toughest situation of pandemic, of crisis of the entire world. No excuses to be given to any of the state directors and to the staff to modify guideline given by the government. If any person found guilty in the matter, legal action will be initiated. Hope all of you in here would have gone through all the instruction guideline given by the NT. I am sure that you will do out of your responsibility with dignity and decor. Wish you all the best. Thank you. ഹലോ സർ. ഹലോ, ഞാൻ കാർത്തികാണ് സംസാരിക്കുന്നത്. തനുജ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തോളൂ. സ്റ്റുഡന്റിന്റെ പേര് പറയൂ. തനുജ കരേ കൗഡ. റോൾ നമ്പർ 270401705 ആപ്ലിക്കേഷൻ നമ്പർ 20041566669. ഐ എം സെൻഡിങ് ഓൾ ദ ഡീറ്റെയിൽസ് ടു ദ ഫെസിലിറ്റേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ബൈ ദെൻ എനിക്ക് CMന്റെ ലെറ്റർ മാത്രം അയച്ചേക്കും. ഷുവർ. ആക്ച്വലി ഒരു ബ്രില്യൻ സ്റ്റുഡൻറ്റിൻ്റെ ഭാവി വെറുതെ ആവാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എത്രയും പെട്ടെന്ന് തീർത്തു തന്നാൽ മാത്രം മതി. I'll try my level best to get the approval from Delhi. And also follow up with the facilitating department. നോ പ്രോബ്ലം. ഡോക്യുമെൻ്റ് എൻ്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു.